ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് മൈദ സ്നാക്കാണ്. അതായത് ബോണ്ട, ഉരുളക്കിഴങ്ങും മൈദ ബോണ്ടയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉരുളക്കിഴങ്ങ്, ഓഫ് കോഴ്സ് ഉരുളക്കിഴങ്ങ് ബോണ്ടയുമ്പോൾ ഉരുളക്കിഴങ്ങാണല്ലോ. ഉരുളക്കിഴങ്ങ് 2 എണ്ണം, വലിയ 2 കഷ്ണം നന്നായിട്ട് വേവിച്ചിട്ട് ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ കടുക് വറുക്കാൻ വേണ്ട സാധനങ്ങൾ വേണം. പിന്നെ മൈദ ഞാൻ 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ സവാള ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ഉള്ളിയും സമാ ഞാൻ എടുത്തേക്കണേ. പിന്നെ കടുക് വറുക്കാൻ 1 ചുവന്ന മുളക്, 1 നുള്ള് കടുക്, 1 നുള്ള് ജീരകം, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1 നുള്ള് സോഡാപ്പൊടി, അത് നമ്മൾ മൈദയുടെ കൂടെ ഇട്ട് കുഴയ്ക്കുമ്പോൾ എടുക്കുന്ന കേട്ടോ. പിന്നെ 1 നുള്ള് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി, 1 പച്ചമുളകും, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പച്ചമുളകിൻ്റെ അകത്തെ അരി കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് കടുക് വറുക്കാം. 1 നുള്ള് കടുകും 1 നുള്ള് ജീരകം മതി കേട്ടോ. പിന്നെ ചുമന്ന മുളക് അതുപോലെ 1 എണ്ണം മതി. അതൊന്ന് ജസ്റ്റ് പൊട്ടുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇതിലിടാം. ഇത് പലർക്കും അറിയായിരിക്കും. ഞാൻ ജസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ആണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്കും കൂടെ ഇന്നിത് കാണിക്കാമെന്ന് വിചാരിച്ചു, അതാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇടാം. അതൊന്ന് ഇളക്കുക. ഞാനിവിടെ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിൽ ഒത്തിരി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിൽ ഉപ്പ് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് നമ്മൾ ഈ ഉരുളക്കിഴങ്ങും ബോണ്ടയിൽ ഒരു ഇഞ്ചിയൊക്കെ കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇഞ്ചിയുടെ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് മിക്കവർക്കും പേർക്ക് ഇഷ്ടമാവും. ഇങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കണമല്ലോ നമ്മൾ, അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിന്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഞാനിവിടെ ഒരുപാട് എരിവ് ചേർക്കുന്നില്ല, കാരണം കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ. അതേ കുരുമുളക് പൊടി ഇട്ടു. അപ്പം ഭയങ്കര എരിവ് വേണമെന്നുള്ളവർക്ക് ചേർക്കാം. എന്നാലും നമ്മൾ സാധാരണ ബോണ്ടയ്ക്ക് അങ്ങനെ ഒരുപാട് എരിവ് ഉണ്ടാവാറില്ലല്ലോ. മുളക് തന്നെ ഞാൻ അതിൻ്റെ അരി കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. ഒരല്പം എരിവ് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് മുളക് പൊടി ചിലവർ ഇടാറില്ല, ഞാൻ ഒരല്പം എരിവിന് വേണ്ടി ഇട്ടുള്ളൂ. എന്നാലും ഒരുപാട് എരിവ് വേണ്ട. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.
അപ്പോൾ ഇതെങ്ങനെ നന്നായിട്ട് ഇളക്കുക. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് വീണ്ടും ചേർത്ത് കൊടുക്കാം. കാരണം ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമുക്കിനി ഉപ്പിട്ടാലും മതി. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചൂടാറിയ ശേഷം നമുക്കിത് ചെറിയ ബോൾസാക്കി മാറ്റാം. അത് കൈകൊണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് ചെറിയ ഉരുളകളാക്കിയാൽ മതി. ഇനി ഇതുപോലെ എല്ലാം നമുക്കിതുപോലെ ഉരുളകളാക്കി മാറ്റാം. ദേ ഇതുപോലത്തെ ഉരുളകളാക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ മൈദ നമുക്ക് ഇടാം. ഒരു വലിയ ബൗളിൽ നമുക്ക് ഇതിടാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് അല്പം ഉപ്പും ചേർക്കാം. ഒരുപാട് വേണ്ട, നമ്മൾ മറ്റേ അകത്തെ ഫില്ലിങ്ങിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതിന് വേണ്ട, കുറച്ച് ഉപ്പ് മതി. ഒരല്പം ഒരു നുള്ളു സോഡാപ്പൊടി. ഇതിങ്ങനെ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് നല്ല നല്ല കുറുകിയ രീതിയിൽ വേണം കേൾക്കാൻ. ഇത് കണ്ടില്ലേ, ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി, ഒരുപാടൊന്നും വേണ്ട. സോഡാപ്പൊടി ചേർത്തോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണ അടുപ്പിൽ ചൂടാക്കാൻ നമ്മൾ വെക്കുക. എന്നിട്ട് നമ്മുടെ പൊട്ടറ്റോ മിക്സ് ഉണ്ടല്ലോ അത് ഈ മൈദയിൽ മുക്കി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇടുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഓൾറെഡി അകത്തെല്ലാം വെന്തതാണല്ലോ, ഇനി പുറത്തത് വേവാൻ ഒരുപാട് സമയം എടുക്കില്ല. ചെറിയൊരു കോട്ടിങ് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. എന്നിട്ട് ഇത് തിരിച്ചിടുക. ഈ സൈഡ് ഏകദേശം നിറം മാറി തിളങ്ങുമ്പോൾ നമുക്കത് തിരിച്ചിടാം. ഇങ്ങനെ തിരിച്ചിടാം നമുക്ക്. അങ്ങനെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡും വെന്ത് കഴിഞ്ഞു. നമുക്കിതിങ്ങനെ എടുക്കാം. ആയി കഴിഞ്ഞു. കാരണം ഇത് ഒരുപാട് സമയം വേണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള രീതിയാണോ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മൈദ ഉരുളക്കിഴങ്ങ് ബോണ്ട റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.